അങ്ങനെ ചിരിച്ചും കളിച്ച് 40 വർഷം കടന്നു പോയത് അറിഞ്ഞില്ല. ഇന്ന് നമ്മുടെ 40ാമത്തെ വിവാഹ വാർഷികമാണ്. ഇനി എത്ര കാലം ഈ ഭൂമിയിലുണ്ടാവോ? അങ്ങനെ പറയില്ല അച്ചായ. മരണത്തിന് പോലും അച്ചായനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് എന്നോടുള്ള വൈരാഗ്യം ഇപ്പോഴും തീർന്നിട്ടില്ലല്ലേ? അതല്ല അച്ചായ, ഈ വർക്കിച്ചില്ലെങ്കിൽ ഈ ത്രേസ്യ കുട്ടി ഇല്ല. ഈ ത്രേസ്യ കുട്ടി ഇല്ലെങ്കിലോ? അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. എന്താ? അല്ല എനിക്ക് ആലോചിക്കേണ്ടി വരും. അല്ല, നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന എനിക്ക് ഇത് തന്നെ വേണം. നിങ്ങൾക്കറിയോ, എന്നെ ചേച്ചിയെ ഒരേ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നായിരുന്നു എന്റെ അപ്പച്ചാവന്റെ അമ്മച്ചിയുടെ ആഗ്രഹം. അത് മതിയായിരുന്നടി. അതാവുമ്പോ ഒരു കുടുംബം നശിച്ചുള്ളായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയും, എനിക്കറിയാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പോകുമ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അത് നീ ഇവിടെ ഇല്ലാത്തപ്പോഴും ഞാൻ ഒറ്റപ്പെടലിന്റെ സുഖമൊക്കെ ഞാൻ അനുഭവിച്ചറിയാറുണ്ട്. നീ നമ്മുടെ മക്കളൊക്കെ വരാനായി. നമുക്ക് കട്ടിയുള്ള കേക്കൊക്കെ എടുത്തിട്ട് വാ. നീ ഇവിടെ നിന്റെ അപ്പച്ചനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പച്ചൻ പോയില്ലേ? ഇല്ല. അപ്പൊ അമ്മച്ചി അമ്മച്ചി പോയ അപ്പച്ചി. നിങ്ങൾ ആരാ പോയ? ശരിക്കും എന്താണ് നിനക്ക് പറ്റിയത്? പിന്നെ എന്തിനാ എമർജൻസി എന്ന് പറയാൻ വിളിച്ചു വരുന്നത്? ഇവിടെ കത്തിക്കാനായിട്ടൊരു എമർജൻസി ലാഭമാണ്. അതുകൊണ്ട് വരാനില്ല നിന്നോട് ഞാൻ പറഞ്ഞു. അല്ല, നീ ഒറ്റയ്ക്കാണോ ഇങ്ങോട്ട് വന്നത്? വെറോണിക്കനെ കൊണ്ടുവന്നില്ലേ? വെറോണിക്ക അവിടെ തിരക്കല്ലേ? എന്ത് തിരക്ക്? വെറോണിക്ക നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? എന്ത് പഠിക്കുന്നു? അവക്ക് ഒരു 10-16 ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുള്ളൂ. 16 ഭാഷ അറിയാം. എന്നെ സമ്മതിക്കണോട്ടാ. ഒറ്റ ഭാഷ അറിയാവുന്ന ഇവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. 16 ഭാഷയിലൊക്കെ ഉണ്ടാക്കി എനിക്ക് വിഷയമാ. അപ്പച്ചന്റെ മോളല്ലേ, എനിക്ക് ഒറ്റ ഭാഷ അറിയാവുള്ളൂ. നിനക്ക് അതേ നിന്നെ വിളിച്ചു വരുത്തി വേറൊന്നുമില്ല. അപ്പച്ചന്റെ അമ്മച്ചിന്റെ 40ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പൊ എല്ലാവരും വിളിച്ചു വരുത്തിട്ടുണ്ട്. അപ്പൊ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് നിന്ന് ആഘോഷിക്കാം. ഓടിക്കുട്ടിയൊക്കെ ഇപ്പൊ വരും. അയ്യോ, എവിടെ? അനിയന്മാരുടെ സ്നേഹം നോക്കടി. ഇതാണ് നിന്റെ ആനകളെ കണ്ടു പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞാലേ എന്താ പ്രശ്നം? എന്താണ് എന്റെ അമ്മ ഇവ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കുന്ന എന്നാണെന്നറിയോ? എന്റെ അമ്മ ജീവൻ പറയാ, എനിക്ക് ഗർഭിണിയുണ്ടല്ലോ, ഒട്ടാതെ കറക്കുന്ന പണിയാണെന്ന്. എന്റെ പാവച്ചല്ലോ അവിടെ ഈന്തപ്പനി കയറുന്ന പണിയാണെന്ന്. അതൊക്കെ മോശമായി എന്റെ അപ്പൊക്കെ ഈ ഒട്ടകത്തെ കറക്കാൻ ഞാനാ. ഇവിടെ ആ തെങ്ങുമ്പേ കയറുന്ന പറയാം. വിഷമമാണ്. ഇവരെന്നാ പണി ചോദിച്ചു? ഇവര് അമേരിക്കയിൽ ഇവരെന്നാ പണി ചോദിച്ചു? ഞാൻ സേവ് ന്യൂയോർക്കില് ഡിപ്പാർട്ട്മെന്റിൽ. അവര് ഓഫീസിലാണ്. സേവ് ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ്. തൂത്തുവാറിലാണെന്ന പണി അറിയാവോ? മൊത്തമൊന്നുമില്ല, ഫുട്പാത്ത് മാത്രം. അതെ, വിളിച്ചു കൊണ്ടേക്കാൻ എന്റെ കാര്യം. അതെ, അപ്പച്ചന്റെ അമ്മച്ചിയുടെ 40ാമത്തെ വിവാഹ വാർഷികമാണ്. അതൊന്നും മക്കളായിട്ടൊക്കെ ഞങ്ങൾക്ക് ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് സമയം ഒട്ടും പാഴാക്കണം. കേക്ക് മുറിക്കാമോ പരിപാടി? അയ്യോ, ഉദ്ഘാടനച്ചപ്പനുണ്ട്. കേക്കിൽ തൊട്ട് വരിക. ഞാനില്ലാതെ കുമ്പസാരം നടത്തിയാൽ ഞാൻ ക്ഷമിക്കും. കുർബാന നടത്തിയാൽ ക്ഷമിക്കും. ഞാനില്ലാതെ ഫുഡ് അടിച്ചാൽ ക്ഷമിക്കില്ല.
സാധാരണ നീ ദൂരെ പോകുക, നീ ദൂരെ പോകുക. നിന്നെ പോലെ ജീവിതമാണെങ്കിൽ ഇപ്പൊ വരയ്ക്കുന്നത് ദൂരെ പോകും, ദൂരെ പോകും. അയ്യാച്ചാ വവ്വാലല്ല, വക്കീൽ. വവ്വാലിനും വായുണ്ട്, വക്കീലിനും വായുണ്ട്. നീയിപ്പോ വായുവിലൂടെയാണ് പകരുന്നത്. നീ വായെടുത്ത് മാറി നിൽക്കുക. അയ്യാച്ചാ പോട്ടൻ കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ പോത്താണെന്ന്. അഡ്വക്കേറ്റ് പോത്തൻ. ഓ, അഡ്വക്കേറ്റുമാരിൽ പോത്തുണ്ടോ? അഡ്വക്കേറ്റ് കുഞ്ഞറിയ പോത്തൻ മാക്കാച്ചി പറമ്പടി. എങ്കിൽ അഡ്വക്കേറ്റ് മാക്കാച്ചി അവരുടെ മാറി നിൽക്കും. അച്ഛോ, ഞങ്ങളുടെ കുടുംബമൊക്കെയില്ല. എങ്കിൽ കട്ട് ചെയ്യാം, കേക്ക് കട്ട് ചെയ്യാം. അന്ന് ഞങ്ങൾ വിളിക്കട്ടെ. സെൻട്രലിൽ നിൽക്കോ, ഇങ്ങോട്ട് മാറി നിൽക്കോ, അടുത്ത് നിൽക്കാം, മാറി നിൽക്കോ. ദൈവത്തെ നന്നായിട്ട് ധ്യാനിക്കുക, കത്തിയെടുക്കുക, ഒരുമിച്ച് കത്തിയിൽ പിടിക്കുക, 2 പീസ് കട്ട് ചെയ്യുക. ഒന്നും കൂടി 2 പേരും ഓരോ പീസും കയ്യിലെടുക്കും, എടുക്കും. 2 പീസും 2 കയ്യിലെടുക്കും, എടുക്കോ. പരസ്പരം നോക്കൂ. 40ാമത് വിവാഹ വർഷം ആഘോഷിക്കാൻ പോവുകയാണ്. പരസ്പരം ഈ 2 കേക്കുകളും അടുപ്പിക്കൂ. എന്നിട്ട് എന്റെ വായിലേക്ക് വെക്കൂ. അത് ശരിയാകില്ലേ? ഇതിൽ നിങ്ങൾ പരസ്പരം ഈ കേക്ക് വായിലേക്കൂ. ഞാൻ ഇതെടുത്തോളാം. നാൽപ്പതാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വർഗീച്ചായൻ, അദ്ദേഹത്തെ കുറിച്ച് ഈ വേളയില്ല, അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛാ, 1 മിനിറ്റ്. വെറോണിക്ക അമേരിക്കയിൽ ലൈവിലുണ്ട്. ലൈവിലാണെന്ന് കാണട്ടെ. നിന്നെ വേണ്ട. അമേരിക്കക്കാർ മൊത്തം അറിയട്ടെ. 40ാമത് വിവാഹ വാർഷികം വാങ്ങിച്ചിട്ട് അവർക്ക് ഒരു സന്തോഷമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാന്യനെ, ഈ വർഗീച്ചനെ പരിചയപ്പെടുന്നത് 1987-ലാണെന്ന് തോന്നുന്നു. 70-ല. അപ്പൊ 1977. അത് ഞാൻ ഇവിടെ വികാരിയായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി പള്ളിമേടയിലേക്ക് ഈ വർഗീച്ചൻ എന്ന് പറഞ്ഞ ഈ മാന്യൻ കയറി വരികയുണ്ടായി. ഈ മാന്യൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, എന്തൊരു മാന്യൻ, എന്തൊരു അധ്വാനി, എന്തൊരു തേജസ്സ. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ മാന്യൻ വെറും പകൽ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ കപ്പത്തോട്ടത്തിൽ കയറി കോപ്പ നട്ടുമാർക്ക് ചെയ്യുന്നവനാണ് ഈ വർഗീച്ചനെന്ന് പറഞ്ഞ വെരിച്ചാരി. അന്ന് ഞാനും കപ്പിയാരും കൂടി ഒരു മൽപിടുത്തത്തിലൂടെ ഈ വർഗീച്ചനെ ഞങ്ങൾ പിടിച്ചു, തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി, നാട്ടുകാരും തല്ലി. പക്ഷേ നിങ്ങളൊന്ന് വിചാരിക്കണം, ഞങ്ങൾ തല്ലിക്കഴിഞ്ഞ് പോയപ്പോൾ ആ കെട്ടിയിച്ച് കെട്ടിയിട്ട് തെങ്ങിൽ കയറി തേങ്ങ നട്ടവനാണ് ഈ തേങ്ങ. അങ്ങനെ കപ്പിയും തേങ്ങയും തൊട്ട് മാന്യനായി 40 വർഷം ആഘോഷിക്കുന്ന ഈ വർഗീ പെരിച്ചാരിക്ക് ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇതിലും ഭേദം നീറ്റെടുത്ത് എന്നെ കൈകോക്കണമായിരുന്നു. അച്ഛൻ എന്റെ വീട്ടിലോട്ടൊന്ന് വരണം. എന്നാത്തിനോ? ഞാനൊരു പുതിയ പട്ടിയെ വാങ്ങിച്ചു. ഭർത്താവേ, സാധാരണ പുതിയ വണ്ടി മേടിക്കുമ്പോഴാണ് അച്ഛനെ വിളിക്കുന്നത് വെഞ്ചരിക്കാൻ. ഇത് പട്ടീനെ വിളിച്ചിട്ട് വെഞ്ചരിക്കാനോ? ശരി ശരി, വരാം. പട്ടി കടിക്കുമോ? അല്ല, അത് കടിക്കുമെന്നറിയാൻ വേണ്ടി അച്ഛൻ വരാൻ. പട്ടീനായിട്ട് കടിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ, ഞാൻ വരത്തില്ല. അപ്പോഴേ അപ്പത്തിന് അമ്മച്ചിക്ക് എന്നാ ആഗ്രഹം വെച്ചാൽ പറഞ്ഞോ, നിങ്ങൾ സാധിച്ചു. എന്ത് വേണേലും പറഞ്ഞു. അച്ചായൻ പറ. നീ പറഞ്ഞോ. അച്ചായൻ പറ. നീ അങ്ങ് പറയണം. ആരെങ്കിലും ഒന്ന് പറ. ഒരു ആഗ്രഹം പറയാനാണോ ഒരു മിനിറ്റ്. ചോടിയല്ലേ കല്യാണം കഴിച്ചത്? അതെ. നമ്മുടെ കല്യാണം വീഡിയോയിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ കല്യാണം ഒന്ന് വീഡിയോയിൽ പിടിച്ച് എനിക്കൊന്ന് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അത്രേ. അതെ, നിങ്ങളുടെ അമ്മച്ചിക്ക് ഒരു ആഗ്രഹം. നിങ്ങളുടെ അമ്മച്ചിനെ ഞാൻ വിളിച്ചോട്ട് വന്നതാണ്. അപ്പൊ അക്കാലത്ത് വീഡിയോ ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കല്യാണം ഒന്നുകൂടി വീഡിയോ കൂടെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്കൊന്ന് കാണണം. വകുപ്പുണ്ട്. സെക്ഷൻ 456, 271, 326, 66. അങ്ങനെ അങ്ങ് പറഞ്ഞ പോലെ കടങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിവിടെ ഒന്ന് വിളിച്ചുകൊണ്ട കാര്യമുണ്ടോ?
ഇതങ്ങനല്ല, ഇവര് വീണ്ടും വിവാഹം കഴിക്കണം. ഞങ്ങള് വിവാഹം കഴിച്ചേക്കണതാണല്ലോ. അല്ല, അത് സാരമില്ല, രണ്ടാമത് വിവാഹം കഴിക്കാം. അതെ, ഇപ്പഴത്തെ ബന്ധം ഇപ്പഴത്തെ ബന്ധം തന്നെ ഇപ്പൊ ഡിവോഴ്സ് അത് ചെയ്യണം, അത് ചെയ്യണം. ഡിവോഴ്സ് ഒക്കെ നടക്കുമോ? പിന്നെ ഇന്ന് രാവിലെ നടത്തിയിട്ടല്ലേ വന്നത്. നിങ്ങൾ തന്നെയാണോ ഇതൊക്കെ നടക്കുന്നത് സാധാരണ? അതെ, കഴിഞ്ഞ 32 വർഷമായിട്ട് എന്റെ പെണ്ണുപിള്ള എന്നെ പാത്രം കൊണ്ടിരിക്കുക. പാത്രം കൊണ്ടേ 32 വർഷമായിട്ട് പാത്രം കൊണ്ടിരിക്കുന്ന പാത്രം കൊണ്ടിരിക്കുക. ഇന്നാണോ ഡിവോഴ്സ്? അല്ല, അത് ഈ അടുത്ത കാലത്താണ് മുന്നേ കിട്ടിയത്. അല്ലെന്ന് ഇത് ഡൈവോഴ്സ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കണം. നടക്കണ കേസാണ് ഇത്. പെട്ടെന്ന് വീഡിയോ എടുക്കാം. ശരിയാ, വീഡിയോ എടുക്കണല്ലോ, അങ്ങനെ ലൗസിൽ പിടിക്കണം. അന്ന് എന്താ ചെയ്യുന്നത് പറയും. അപ്പൊ അതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അച്ചാരി ഇവിടെ ഇവിടെ ഉടനെ എന്നെ കല്യാണം കഴിപ്പിക്കോ? ശരിയാ, കുരിശു വരയ്ക്കാൻ സെക്ഷൻ 446 പ്രകാരം ലീഗലി യുവർ ഓണർ മൈ കക്ഷിക്കാരൻ ഈസ് നോട്ടത്താൽ കുറ്റക്കാരൻ. ഇംഗ്ലീഷ് പറയുന്നുണ്ട്. മൈ കക്ഷിക്കാരൻ ഈസ് നോട്ടത്താൽ കുറ്റക്കാരൻ. അതിൻ പ്രകാരം ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഡൈവേഴ്സ് ആയി. അച്ഛായെന്ന് വിളിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ്. നിങ്ങളിത് വേർപിരിഞ്ഞിരിക്കുകയാണ്. അന്യ പുരുഷനാണ്, അന്യ സ്ത്രീയാണ്. അന്യ സ്ത്രീ ഒരിക്കലും അന്യ പുരുഷനെ അച്ഛായെന്ന് വിളിക്കാൻ തീരെ സമ്മതിക്കില്ല. അല്ല, അവളെന്ത് കിട്ടിയാണ് ഡിവോഴ്സ് ആയി. കാര്യമില്ല, ഇത് നിങ്ങൾ അടുത്തടുത്ത് നിന്നാൽ പോലും അത് അനാവശ്യമാണ്. അന്യ ആൾക്കാരുടെ ചീത്തപ്പേരുണ്ടാക്കണം. മാറി ഞങ്ങളുടെ അമ്മച്ചേനെ ഞങ്ങളുടെ പെണ്ണം ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന പെണ്ണാണ്. നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ചെറുക്കനാണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒരാളാണ് ഞങ്ങളുടെ പെണ്ണ്. അതിന് ചേരുന്ന കല്യാണമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഒരു അമേരിക്കക്കാരന്റെ കുടുംബത്തിലുള്ള ഒരു ചെറുക്കനാണ് ഇരുന്നത്. മനസ്സിലായോ? എന്ത് തരും നിങ്ങളെ പെണ്ണു വീട്ടുകാർ? പെണ്ണു വീട്ടുകാർ എന്ത് തരും? ചെറുക്കൻ എന്നാണെന്ന് എന്ത് ഗുണമുണ്ടാ ഈ പെണ്ണ്? എനിക്കൊന്നും വേണ്ട, ഞങ്ങളെ കെട്ടിച്ചാ മതി. എന്നെ പോയിട്ട് എന്നെ പോയിട്ട് ഞാൻ ഇത്രയും തന്നെ ചേട്ടനെ അപ്പുറത്ത് വിട്ടാലോ? പെണ്ണ് വീട്ടിൽ ഒന്ന് മൂത്ത് തറച്ചോട്ടെ. ഞങ്ങളവിടെ നിന്നോളാം. നീ പോടി, നീ പണിയൊക്കെ പോയി. ഞാൻ പറയില്ല. ഞങ്ങള് പിന്നെ കെട്ടി. ഒരുത്തന്റെ സഹായം ഇല്ലാതെ ഞങ്ങള് കെട്ടി. ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ. അപ്പത്തെ ഒരു കാര്യം, എന്നാണെങ്കിലും നമ്മൾ എല്ലാം കഴിച്ച കാര്യങ്ങളൊക്കെ ശരി. ഇനി മക്കൾക്കുള്ള വീതം എന്താന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ തിരിച്ചു തന്നേരം. അതെന്റെ മക്കൾക്കുള്ളതാണത്. അതറിയാം ആർക്കൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു തരാം. ഞങ്ങൾ എന്തായാലും രണ്ടാമത് കെട്ടിയതാണല്ലോ. അപ്പോ ഇനി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുമ്പോ ആ മക്കൾക്ക് ഞങ്ങൾ ആ സ്വത്തുക്കൾ മുഴുവൻ കൊടുത്തേക്കാം. നല്ല തീരുമാനം. മധുരം